ഓർക്കുന്നുണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന്? ഇന്നാണ് നമ്മുടെ 26 സഹോദരന്മാരെ മതത്തിൻ്റെ പേരിൽ പഹൽഗാമിൽ വെച്ച് കൊന്നു കളഞ്ഞത്, അല്ലേ? പോയിന്റ് ബ്ലാങ്ക് ആയിട്ട്. അതെ. ഇന്ന് ഒരു വർഷം തികയാണ്. സാർ, എന്താ നമ്മൾ ഇങ്ങനെ ഇത് ഒരു ലോകത്തിൻ്റെ സ്വഭാവമാണ്. അങ്ങനെ പാകിസ്ഥാൻ പറഞ്ഞ് നമുക്ക് അല്ല, മാറ്റാൻ പറ്റുമോ? പാകിസ്ഥാൻ്റെ ഒരു നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം കാണുന്നില്ലേ? പാകിസ് ഞാൻ പറഞ്ഞ വാക്ക് സാർ ശ്രദ്ധിച്ചോന്നല്ല, നമ്മൾ എന്താണ് ഇങ്ങനെയെന്നാണ് ചോദിച്ചത്. കാരണം വസുദൈവ കുടുംബകം എന്ന തത്വത്തിൽ വിശ്വസിച്ച് സാഹോദര്യത്തോടെ ജീവിച്ചിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു നമ്മളുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് നമ്മൾ എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചത്. ആരെയും ഞാൻ വേർതിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അല്ലാതെ എനിക്ക് തോന്നുന്നു പഹൽഗാം സംഭവം തന്നെ അത് വ്യക്തമാക്കി. കാരണം പഹൽഗാം സംഭവം അവർ പാകിസ്ഥാൻ ആസൂത്രണം ചെയ്തത്, അതായത് ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ചെയ്തത്. അതിലൊരു ക്രിസ്ത്യൻ കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യങ്ങൾ ഉൾപ്പെടുന്നു. സുശീൽ എന്ന് പറഞ്ഞ് ഗുജറാത്തിൽ നിന്നുള്ളൊരു വ്യക്തി. പക്ഷേ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കി തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു ചെറിയ ഒരു അനിഷ്ട സംഭവം പോലും നമ്മുടെ രാജ്യത്തുണ്ടായില്ല. അത് ഈ പറഞ്ഞ താങ്കൾ നേരത്തെ പറഞ്ഞ ആ സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ് സാധനം. അപ്പോൾ നമ്മളത് ഇങ്ങനെയാണ് സാധനം. ഇതാണ് നമ്മളുടെ ഇന്ത്യയുടെ ഒരു ശക്തി എന്ന് പറയുന്ന സംഗതി അത് തന്നെയാണ്. കാരണം ഇതിൻ്റെ പേരിൽ, ഇപ്പോൾ പഹൽഗാം സംഭവത്തിൻ്റെ പേരിൽ യാതൊരുവിധമായ സംഭവങ്ങളും ഒരു എന്താ പറയുക, ഒരു വർഗീയ സംഘടനയോ മതപരമായ സംഘടനയോ ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ സർക്കാരിനെ കുറേയധികം പരിഹസിച്ചില്ലേ ഒപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി? അദ്ദേഹം പറഞ്ഞു നമ്മൾക്ക് യാതൊരു എന്താ ചിരിച്ചത്? രാഹുൽ ഗാന്ധി അങ്ങനെയല്ലേ അദ്ദേഹത്തിൻ്റെ പേര്? വ്യത്യാസമുണ്ടോ? ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടോ? ഗാന്ധി എന്നല്ലേ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ പേര്, ആ കുടുംബത്തിൻ്റെ പേര് അതിൽ അദ്ദേഹം പാഴ്സി കുടുംബ വംശജനാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ഫിറോസ് ഗാന്ധി. അത് അങ്ങനെയായിരിക്കും അല്ലേ? പക്ഷെ അതിനെ ഗാന്ധി എന്നാക്കി. ഞാൻ ഈ ഇടയ്ക്ക് ഗുജറാത്തിൽ പോയിട്ട് വന്നേ ഉള്ളൂ. അവരാരും അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതായത് ഇന്ദിരയുടെ ഫാമിലി വരുന്നത് ഗാന്ധി കുടുംബത്തിൽ നിന്നാണ് എന്ന് ഗുജറാത്തിലുള്ള ഗാന്ധി കുടുംബത്തിൽ ആരും തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അല്ല, ഗാന്ധി എന്ന് പറയുന്നത് ഗുജറാത്തിൽ പോയപ്പോഴാണ് ഞാൻ കണ്ടത്. അവിടെ അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കമ്മിങ് ബാക്ക് ടു എ പോയിന്റ്, നമ്മുടെ രാമചന്ദ്രൻ ചേട്ടൻ എടപ്പള്ളിയിലാണ് വീട്. അദ്ദേഹത്തിൻ്റെ ഈ വാർത്ത അറിഞ്ഞത് മുതൽ കുറേ ദിവസങ്ങളോളം അടുപ്പിച്ച് അവിടെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആ കുഞ്ഞുങ്ങൾ മരിച്ച ആൾ അങ്ങോട്ട് പോയി, ആ ജീവിച്ചിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കണ്ണിൽ ആ അവസ്ഥ നേരിട്ട് കണ്ട ആളുകൾ, അവരുടെ മനോഗതി ഇന്നും ശരിയായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയുന്നത്? നമ്മൾ പറഞ്ഞു വന്നത് രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോയത്. അദ്ദേഹം പരിഹസിക്കുകയാണ് ചെയ്തത്. സാർ എന്താണ് പറഞ്ഞത്? അതാണ് ഇന്ത്യയുടെ ഏകത. ഒരു സ്ഥലത്ത് ഒരു ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതൊരു വയലൻസിലേക്ക് മാറ്റിവിടായിരുന്നു. ഇന്ദിരാഗാന്ധി മരിച്ചതിനെ തുടർന്ന് എന്താണ് നടന്നത്? ഒരു പ്രത്യേക മതവിഭാഗത്തെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞു ഡൽഹിയിൽ. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു കലാപം പുറപ്പെടുവിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു എന്നാണ് പറഞ്ഞു തുടങ്ങിയതല്ലേ? പക്ഷെ എന്നിട്ടും നമ്മളത് ഏറ്റുപിടിച്ചില്ല. നമ്മളുടെ ഗവൺമെൻറ് അത് ഏറ്റുപിടിച്ചില്ല. അവർ കാത്തിരുന്ന് സമയം ഒത്തു വന്നപ്പോൾ സിന്ദൂർ എന്ന പേര് എന്തുമാത്രം മനോഹരം എന്ന് പറയാൻ പറ്റില്ല ഈ കോണ്ടെക്സ്റ്റിൽ. എന്നാൽ പോലും ഇതിനേക്കാട്ടിലും ആപ്റ്റായിട്ടുള്ളൊരു വാക്ക് എവിടെ നിന്ന് കിട്ടും, അല്ലേ? നമ്മളുടെ ഗവൺമെന്റ് ശക്തിയാണ് അത് കാണിക്കുന്നത്. മറുപടി കൊടുക്കുകയും ചെയ്തു. അത് വളരെ എഫക്റ്റീവായിരുന്നു, അത് ആവശ്യവുമായിരുന്നു. എല്ലാവരും ഏറ്റെടുത്തോ സിന്ദൂർ എന്നുള്ള പേര്? അത് ആവശ്യമായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരു അവസാനം ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മുടെ CPM-ന്റെ ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ വിദേശത്തേക്ക് പോയി ഇന്ത്യയുടെ നിലപാടുകൾ. ശശി തരൂരൊക്കെ എന്ത് മനോഹരമായിട്ട് ഗംഭീരമായിട്ടാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഹിസ്റ്റോറിക്കൽ സാധനങ്ങളാണ്. കനിമൊഴി, അതേപോലെ തന്നെ ഒവൈസി. വിശ്വസിക്കാൻ പറ്റുമോ? ഒവൈസിയുടെ ഒക്കെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂര്, ഒവൈസി, കനിമൊഴി, അതും സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു തോട്ട്ഫുൾനെസ് ആണെന്നല്ലേ? അല്ല, അത് നമ്മൾ അതിഗംഭീരമായിട്ട് അതിനുശേഷം ഇന്ത്യ റെസ്പോണ്ട് ചെയ്ത്, നോട്ട് റിയാക്ഷൻ, റെസ്പോണ്ട് ചെയ്തത് വളരെ ബ്രില്യൻ്റ് ആയിട്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ സംസ്കാരമുണ്ട്, അതോടൊപ്പം തന്നെ നമ്മളുടെ റെസിലിയൻസും അതിനകത്ത് നമുക്ക് കാണിക്കാൻ കഴിഞ്ഞു. അതിനകത്ത് അവസാനം വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പ്രതിപക്ഷത്തിനും ഒരു പരിധിക്കപ്പുറത്തേക്ക് ആക്രമിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. അതിനകത്ത് പിന്നീട് നമ്മൾ ഏറ്റവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പഹൽഗാം സംഭവം ഓർക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് ഓർക്കുമ്പോൾ നമ്മൾ പത്മജ പറഞ്ഞ മരിച്ചുപോയ രാമേന്ദ്രൻ്റെ മകൾ ആരതിയാണ് ഓർമ്മ വരുന്നത്.
അയ്യോ ഒരു കാര്യം, അവര് സോഷ്യൽ മീഡിയയിൽ ചാമ്പിയില്ലേ, സ്വന്തം അച്ഛൻ തന്നെയാണോ മരിച്ചത്, ഇങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യേണ്ടിയിരുന്നത്, അവരെ മുസ്ലിം ആൾക്കാരെ നമ്മൾ ചീത്ത പറയണമായിരുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ ആ കുട്ടി എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, ആൻറ്റി അന്ന് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഇവർക്കെതിരെ വന്നിരുന്നെങ്കിൽ രാജ്യം എരിഞ്ഞേനെ, അറ്റ്ലീസ്റ്റ് കേരളം എരിഞ്ഞേനെ. അതെനിക്ക് വേണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കൂടെ വന്ന സഹോദരന്മാർ ഞങ്ങളെ അത്ര നന്നായിട്ടാണ് നോക്കിയത്. പക്ഷെ ആ കുട്ടിക്കെതിരെ ഉണ്ടായിരുന്ന സൈബർ അറ്റാക്ക്, ആ കുട്ടി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ എന്താണ് പറയേണ്ടത്? ഇവരെല്ലാവരും എൻ്റെ അച്ഛൻ എനിക്ക് അല്ല, നഷ്ടപ്പെട്ടു. അതിനകത്ത് എനിക്ക് അത് ആരതി അത്തരം ഒരു സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വാക്കുകൾ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന വാക്കുകളാണ്. ആരതിയിൽ നിന്ന് വന്ന വാക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്നാണ് വന്നത്. തീർച്ചയായിട്ടും അത് വന്നു. മാത്രമല്ല, ആരതി പറയുകയുണ്ടായിരുന്നു, ആരതിയുടെ ആ സമയത്തെ പ്രവൃത്തി പോലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഒരു ശക്തി ഞാൻ കണ്ടത് അവിടെയാണ്. സ്വന്തം അച്ഛൻ വെടിയേറ്റു മരിച്ചു എന്ന് തിരിച്ചറിയുന്നു, സ്വന്തം കൺമുമ്പിൽ മരിച്ചു എന്ന് തിരിച്ചറിയുന്നു. ആ മരണത്തിൻ്റെ മുമ്പിൽ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല, ഇനി തൻ്റെ കുട്ടികളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ആ കുട്ടികളെ എടുത്തുകൊണ്ട് ആരതി ഓടുന്നു. ഇതാണ് ഇന്ത്യയുടെ ശക്തി, സ്ത്രീയുടെ ശക്തി. പോകുന്ന സമയത്ത് അച്ഛൻ്റെ ID കാർഡ് ശരീരത്തിന്റെ അടുത്ത് വെക്കാനും കൂടെ ആ കുട്ടി മറന്നില്ല, ഐഡന്റിഫൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തുമാത്രം ആ കുട്ടിക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നു. അമ്മ അവിടെയുണ്ട്, അമ്മ ഹോട്ടലിൽ വെയിറ്റിംഗ് ആണ്. അമ്മ ഇത് കാര്യങ്ങൾ വേറെ ആരും പറഞ്ഞറിയുന്നതിന് മുമ്പ് സ്വന്തം ഞാൻ അവിടെ എത്തണം, അമ്മയെ ചേർത്ത് പിടിക്കണം എന്ന് വെച്ചാൽ കുട്ടികളെ എടുത്തോളം പായാണ്. ഇരട്ട ആൺകുട്ടികളാണ്. അറിയാമോ ജ്യോതികൃഷ്ണൻ, അറിയാമോ, ഞാൻ അവിടെ പോകുമ്പോൾ ഒരു കുഞ്ഞു ശബ്ദം കേട്ടാൽ ആ കുട്ടികൾ പരസ്പരം കെട്ടിപ്പിടിച്ച് വല്ലാണ്ടാകുകയാണ്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന സമയത്ത് ഗൺ സല്യൂട്ട് ഉണ്ടായിരുന്നു. ആ ഗണ്ണിന്ന് ഓരോ ഷോട്ട് വരുമ്പോഴും ആരതി അടുത്ത് നിൽക്കുന്ന ചേച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ്. ഷോക്കാണ് അതിൻ്റെ. അപ്പോൾ എന്നോട് പറഞ്ഞത് 3 മാസത്തോളം കഴിഞ്ഞിട്ട് അവർക്ക്, അതായത് സൈക്കോളജിക്കൽ ഹെൽപ്പ് പോകേണ്ടി വരും. ഇപ്പോൾ ആ കുട്ടികൾ ആ ട്രോമയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്ന്. ഇത്രമാത്രം ട്രോമ ഉണ്ടായിട്ടും നമ്മൾ പറഞ്ഞ പോലെ ഭാരതീയ സംസ്കാരത്തിലെ നാരീശക്തിയാണ് ആരതി. തീർച്ചയായിട്ടും. മാത്രമല്ല, ആരതി പറഞ്ഞ മറ്റൊരു സംഗതി കൂടെ ഉണ്ട്. ആരതിക്ക് അതിന് ശേഷം അവിടെ കാശ്മീരിലെ ആ ഒരു 1-2 യുവാക്കൾ ചെയ്തു കൊടുത്ത ഹെൽപ്പ്. അപ്പോൾ ആരതി ഇവിടെ വന്ന് പറഞ്ഞത്, മൈ ബ്രദേഴ്സ്, എനിക്ക് അവിടെയും 2 സഹോദരന്മാരുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിലൊക്കെ അത്തരം വാക്കുകളൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് അവരുടെ ഈ പറഞ്ഞ ആരതിയുടെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വന്ന് മീഡിയയോട് റെസ്പോണ്ട് ചെയ്തത്, നമ്മൾ ഇതൊക്കെ വളരെ എങ്ങനെയാണ് ഒരു എന്താണ് ശക്തി എന്നുള്ള സംഗതി, നാരീശക്തി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ സ്ത്രീയുടെ ശക്തി എന്നൊക്കെ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസിലൊക്കെ വീർപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു പൊളിറ്റീഷ്യന്മാരെങ്ങനെ ഹാൻഡിൽ ചെയ്തു, ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തെ ഒരു പൊളിറ്റീഷ്യൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്തു, ഒരു സാധാരണ കുടുംബിനെ അല്ലെങ്കിൽ ഒരു യുവതി എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതും നമുക്കിവിടെ താരതമ്യം അവിടെയാണ് ഞാൻ പറഞ്ഞത്. അത് മറ്റേ അവിടെയാണ് ഒരു എന്താ പറയുക, ഒരു അബോധം എരിഞ്ഞില്ലേ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് ഈ വിവേകത്തിൻ്റെയും അവിവേകത്തിൻ്റെയും പ്രശ്നം വരുന്നത്. അത് തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുമ്പോഴും അല്ലെങ്കിൽ BJP NDA ഭരിക്കുമ്പോഴുള്ള വ്യത്യാസം എന്നും കൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു വലിയ സന്ദർഭമായി കണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ മതസ്പർദ്ധ ആളിക്കത്തിക്കാമായിരുന്നു. അല്ല, ഇതിനകത്ത് ഞാൻ കണ്ട സംഗതി, ഇതിനകത്ത് പിന്നെ ഈ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിനേക്കാൾ ഉപരി ഒരു കൾച്ചറിൻ്റെ ശക്തിയാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ ആരതിയിലൂടെ ഞാൻ കണ്ട ഒരു സംഗതി അതാണ്. അവിടെ അച്ഛൻ്റെ മരിച്ചു എന്നറിഞ്ഞതിന് ശേഷം ഈ ID കാർഡ് നിക്ഷേപിച്ചിട്ട് ഈ കുട്ടികളെയും കൊണ്ട് ആരതി ഓടി രക്ഷപ്പെടുന്നു. അതിനുശേഷം അവരുടെ സഹായം സ്വീകരിക്കുന്നു. അതിനുശേഷം ഇവിടെ വന്ന് നടത്തുന്ന റെസ്പോൺസസ്, ഇതെല്ലാം വളരെയധികം ഒരു കൾച്ചറൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു സംഗതിയാണ്. അപ്പോൾ ഇന്ന് പോലും ഞാൻ ആരതിയുടെ ഒരു സോഷ്യൽ മീഡിയയിൽ എവിടെയാണെന്ന് തോന്നുന്നു അത് സാധനം കാണുകയുണ്ടായി. ഇന്നും ആ കുട്ടി അത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അന്ന് ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ സാധാരണ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ എന്താ പറയുക, മറ്റേ അല്ലല്ല, ഈ ഭയങ്കരമായി എരിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ മുളകെടുത്ത് വാരി കഴിച്ചിട്ട് ചൂടുവെള്ളം കഴിച്ചാൽ ഉണ്ടാകുന്നൊരു അനുഭവമില്ലേ, ആ അവസ്ഥയിലാണ് ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മളെ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്വാസം വിടാതൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ആരതി ഒരു മാധ്യമപ്രവർത്തകയെ എങ്ങനെയാണോ ഈ ഒരു സിറ്റുവേഷൻ ഒരു വിറ്റ്നസ്സായിട്ട് നിന്നുകൊണ്ട് ഡിസ്പാഷനേറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു
ആരതിയിലൂടെ നമ്മൾ കാണാൻ കഴിയും. നോക്കൂ, നമുക്കൊരു കാര്യം പറയാണ്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. കാരണം വിനയ് എന്ന് പറഞ്ഞ് നമ്മളുടെ നേവൽ ബേസിൽ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു യുവാവ് പുതിയ വിവാഹിതനായിട്ട് അവരുടെ ഹണിമൂണിന് അവിടെ വന്നിരിക്കുമായിരുന്നു. തീർച്ചയായിട്ടും. ശരിക്കും ആ സിന്ദൂരം മാഞ്ഞത് ആ പെൺകുട്ടിയുടെ അതെ ആ ഭർത്താവിൻ്റെ ശരീരം ചേർത്ത് പിടിച്ചിട്ട് ആ കുട്ടി പറയുന്ന ആ കുട്ടി എത്രമാത്രം അവർ ടോർമെൻറ്റ് ചെയ്തു എന്നാ പറഞ്ഞു. നീ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല. അതൊക്കെ നമുക്ക് സഹിക്കാനായിട്ടും അല്ല, അതൊക്കെ ക്ഷമിക്കാനായിട്ടും മനുഷ്യത്വത്തിനെതിരെയുള്ളൊരു അല്ല, പിന്നെ സഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് മനസ്സിന് പാകത വരുത്തിയത് നമ്മളുടെ എന്താ പറയുന്ന ആ ഒരു ഹിന്ദുത്വം എന്നുള്ളത്, ഹിന്ദുത്വം ഒരു പറയും മതമല്ല, അതൊരു വേ ഓഫ് ലിവിങ് ആണെന്ന് പറയും. അവിടെ നിന്ന് നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ആ ഒരു ബലത്തിലാണ് നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്, ഇപ്പോഴും നമ്മുടെ ആവശ്യം ആ ബലത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പോഴും നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് അതിൻ്റെ സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ നോക്കണം. പലപ്പോഴും അതിൻ്റെ ഈ ഉപരിപ്ലവമായിട്ട് നോക്കുമ്പോഴാണ് ഈ സ്ട്രെങ്ത് മറഞ്ഞു പോകുന്നത്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല പ്രശ്നങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കുമ്പോണ്ടാകുന്ന പ്രശ്നം ഈ സ്ട്രെങ്ത്തിലേക്ക് നോക്കുന്നതിന് പകരം ഉപരിപ്ലവമായ തലത്തിലേക്ക് നമ്മൾ ഇതിനെ നോക്കുന്നതാണ് ഒരു ഈ കാര്യം പ്രശ്നം. ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെന്നറിയാമോ, നമ്മളിങ്ങനെ എന്താ പറയുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറയും. അത് നമ്മളുടെ ഒരു ബലഹീനതയല്ല, നമ്മൾക്ക് ആവശ്യത്തിന് ബലമുണ്ട് അല്ലേ? നമ്മൾ ബലവാന്മാരാണ്. പക്ഷേ ആ ബലം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സഹജീവികളെ കൊന്നു തള്ളിയിട്ടല്ല. അതാണ് ഹിന്ദുത്വത്തിൻ്റെ ഒരു സൗന്ദര്യമെന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് ഒരു ഞാൻ പറഞ്ഞത് ഹിന്ദുമതത്തിനെ നമ്മൾ ഈ ഹിന്ദുമതം എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ട് തന്നെ 1717 ചാൾസ് ഗ്രാൻഡ് എന്ന് പറയുന്ന സായിപ്പാണ് ഉപയോഗിച്ചു തുടങ്ങുന്നത്. അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അത് നമ്മുടെ ഒരു വേ ഓഫ് ലൈഫാണ്, നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതിൻ്റെ പിന്നിലുള്ള അടിത്തറ എന്നത് ശാസ്ത്രമാണ്. ആ ശാസ്ത്ര വീക്ഷണത്തിലൂടെ കെട്ടിപ്പടുത്തതാണ്. അപ്പോൾ അതിനൊരുപാട് മാറ്റങ്ങളും മറിച്ചിലുകളൊക്കെ അതൊരു ഓർഗാനിക്കായിട്ടുള്ള സംഗതിയിൽ സംഭവിക്കുന്ന സാധനം. ഇപ്പോൾ ഉദാത്തമായ പല സംഗതികൾ ഏറ്റവും ജീർണതയിലേക്ക് പോയിട്ടുണ്ട് സംഗതി അല്ലേ? ഉദാഹരണത്തിന് ഇപ്പം സതി പോലും നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം എങ്ങനെയായിരിക്കണം, എന്തുകൊണ്ടാണ് ഇത്രയും ജീർണിച്ച് ഇത്രയും മനുഷ്യവിരുദ്ധമായ അല്ലെങ്കിൽ സ്ത്രീകളെ ചിതയിൽ ചാടിപ്പിക്കാൻ വേണ്ടിയിട്ട് പാകമായി ആ രീതിയിലേക്ക് മാറി എന്നൊക്കെ ആലോചിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്റ്റോർഷൻസ് ഈ ഒരു ഓർഗാനിക്കായിട്ടുള്ള സംഗതിയിൽ വരും. അത് ഇന്നുമുണ്ട്. പക്ഷെ അവിടെയാണ് ഈ സ്ട്രെങ്ത്തിലേക്ക് നോക്കേണ്ടത്. ആ സ്ട്രെങ്ത്തിലേക്ക് ശരിക്കും നമ്മൾ വിരൽ സൂചിപ്പിച്ച് നമ്മുടെ മലയാളികളെ ശരിക്കും ഉണർത്തിയതിൽ നമ്മുടെ ഈ മരിച്ചുപോയ രാമേന്ദ്രൻ്റെ മകള് ആരതി ഒരു ആ ഒരു അർത്ഥത്തിൽ അതിൻ്റെ സ്ട്രെങ്ത് കാണിച്ച ഒരു സ്ത്രീയുടെ സ്ട്രെങ്ത് കാണിച്ചു. അതോടൊപ്പം തന്നെ ഒരു കൾച്ചറിൻ്റെ സ്ട്രെങ്തും ആരതിയിലൂടെ അത് പുറത്തേക്ക് വന്നു. അത് നമ്മുടെ ഈ രാജ്യത്തുള്ള എല്ലാം പിന്നെ ജാതി മതത്തിലുള്ള ആൾക്കാരിലും ആ ഒരു ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അത് ഓക്കെ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പം നമ്മൾ കലിമ ചൊല്ലാൻ പറ്റാത്തവരെയാണ് ഇവർ കൊന്നതെന്ന് പറയുന്നു. അപ്പോൾ അതൊരു ഹിൻ്റാണോ? നിങ്ങൾ കലിമ പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണെന്ന്. കാരണം ഇതിനു മുമ്പ് ഇത് പഹൽഗാം ഉണ്ടാവുന്നതിന് മുമ്പ് കുഞ്ചാക്കോ ബോബൻ ആക്ട് ചെയ്തൊരു സിനിമയിൽ അവിടെയും പറയുന്നുണ്ട്, കുറച്ച് അന്യമതസ്ഥരായ നഴ്സുമാർ വേറൊരു സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. അവിടെയും ഒരു അവരുടെ മതത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി ചൊല്ലാൻ പറയുന്നു. ഇവർക്ക് അതറിയുന്നില്ല, പക്ഷെ ഒരു കുട്ടി അത് പറയുന്നു. അതുകൊണ്ട് ഇവരൊക്കെ മുസ്ലിംസാണെന്ന് വിചാരിച്ച് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു. അപ്പോൾ ഇവരുടെ മുസ്ലിമിൽ ഇങ്ങനെ വാചകങ്ങൾ പഠിച്ച് വയ്ക്കുന്നത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നല്ലതാണെന്നുള്ളതൊരു ഹിൻഡും കൂടെ ആയിട്ട് നമുക്കിത് കാണാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ മതങ്ങളെ നമുക്ക് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നടത്തിപ്പുകാരി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. മതങ്ങൾ എന്താണോ അതിനകത്ത് പറയുന്നതിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. നടത്തിപ്പുകാരിങ്ങനെ പല താല്പര്യങ്ങളനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് ജനായത്ത സംവിധാനം, നമ്മളെല്ലാം അതിനകത്ത് ജീവിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ജനായത്ത സംവിധാനം സാങ്കേതികമായിട്ട് മാത്രമല്ല കൂടുതൽ ഇവിടെ നിലനിൽക്കുന്നത്. അതിന് ജനായത്തം എന്ന് പറയുന്നത് സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ നിന്ന് എത്രയോ അകലെയാണ് നമ്മളുടെ ഈ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലുള്ളൊരു സംഗതി ഈ നടത്തിപ്പുകാർ വരുമ്പോഴത്തേക്ക് അവരുടേതായ സ്ഥാപിത താല്പര്യങ്ങൾ, അവരുടേതായ വ്യാഖ്യാനങ്ങൾ, അവരുടെ വിവരക്കേടുകൾ മുഴുവൻ ഇതിനകത്ത് വരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാ മതത്തിലും ഈ തീവ്രവാദ സ്വഭാവത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ടെററൈസ് ചെയ്യാണ്. അപ്പോൾ ഈ പേടിയുള്ളവനാണ് ടെററൈസ് ചെയ്യുന്നത്. ഇപ്പം കാശ്മീരിന് എന്തുമാത്രം നല്ല അവസ്ഥയിലേക്ക് വന്നു. വിനോദസഞ്ചാരികൾ പോകുന്നു, അവരുടെ ജീവിത നിലവാരം മാറുന്നു, അവർക്കാർക്കും ഇനി തോക്കെടുക്കണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോഴാണ് പഹൽഗാം എന്ന പോലെ ഒരു സംഭവം ഉണ്ടാക്കി ടെററൈസ് ചെയ്യാണെന്നും കൂടെ നമുക്ക് സംശയിക്കാം. അല്ല, അവിടെയാണ് വീണ്ടും നമ്മൾ പറയുന്നത്, അവിടെയും നമ്മൾ കാശ്മീരിൽ കണ്ടത് അവിടെയും ഈ ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറമായിട്ട് മനുഷ്യൻ്റെ ഒരു സാന്നിധ്യമാണ് കണ്ടത്. ഇപ്പോൾ ആരതിയെ സഹായിച്ച 2 യങ്സ്റ്റേഴ്സ്, അവരിലൂടെ നമ്മൾ കണ്ടത് മനുഷ്യരെയാണ് കണ്ടത്.
അപ്പോൾ ഈ പഹൽഗാമിനകത്ത് നമുക്ക് ഒരുപാട് ഇങ്ങനെയുള്ള സാധനങ്ങൾ, നമുക്ക് ഈ രാജ്യത്തിൻ്റെ സംസ്കാരം, മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രത്യേകതകൾ, അവിടെ നമ്മൾ ആ രണ്ട്, ഈ ആരതി പറഞ്ഞ രണ്ട് മുസ്ലിം യുവാക്കൾ. യുവാക്കൾ, അവർക്ക് പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുകയായിരുന്നു. അതിൽ ഒരു മുസ്ലിം യുവാവ് മരിച്ചത് എങ്ങനെയാണ് ഉം, ഉം, അല്ലേ? ഉം. ഈ തീവ്രവാദികളുടെ വെടിയേറ്റൊരു മുസ്ലിം യുവാവ് ഒരു കുടുംബത്തിൽ 25 പേര് വൂണ്ടഡുമായിട്ടുണ്ടായിരുന്നു ഈ സമ്മർ ഉണ്ടായിട്ടുണ്ട്. റൈസ്. അതല്ല, ആ, ഒരു കുടുംബത്തിൻ്റെ ഏക ഫാമിലി. ആശ്രയമായിരുന്ന ഒരു മുസ്ലിം യുവാവ് കാശ്മീരിൽ മരിക്കുകയും ചെയ്തു. ഉം, ഉം. കാരണം എന്താണ്? അവരവരുടെ ഗസ്റ്റിനെ രക്ഷിക്കാനായിട്ട്. രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. ഇവിടെ പഹൽഗാം ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അതെ. വയ്ക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഒരുമയോട് ജീവിക്കേണ്ടതെന്നുള്ളത് അതെ, അല്ലേ? തീർച്ചയായും. പിന്നെ ഒരു കാര്യം ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ഉം, ചേച്ചി നിർബന്ധമായിട്ടും പറഞ്ഞു പരമപവിത്രമ അത് പാടണമെന്ന് പറഞ്ഞു. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ടാണ് ആ ശവശരീരം അത് പബ്ലിക് ഇതിൽ നിന്ന്, അതായത് പൊതുദർശന വേദിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഇതെല്ലാം പാടിയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ സമയത്ത് പോലും അവരുടെ മനസ്സിലുള്ളത് നമ്മുടെ ഭാരതം എന്ന ഏകതയും ഭാരത് മാതാവാണ് എല്ലാവരുടെയും അമ്മ എന്നുള്ള സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ സാറിൻ്റെ വൈഫ് എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിന്നിരുന്ന കാര്യം. അത് പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് 26 സഹോദരന്മാരെ നഷ്ടപ്പെട്ടു, 25ഓളം പേർക്ക് നല്ല പരിക്കും പറ്റി. എന്നിട്ട് പോലും ഒരു വർഷം കഴിയുന്ന അവസരത്തിലും നമ്മളെല്ലാം പൊറുക്കാനും സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരു ഭാരതീയരെയാണ് കാണുന്നത്. അതിനർത്ഥം ഇവിടെ ആരെന്ത് വിചാരിച്ചാലും നമ്മളുടെ ഒരുമയും യൂണിറ്റിയും ഒന്നും നഷ്ടപ്പെട്ടില്ല. വി വിൽ സ്റ്റാൻഡ് യുണൈറ്റഡ് ഫോർ എവർ. തീർച്ചയായിട്ടും പഹൽഗാം അത് തന്നെയാണ് നമ്മളെ മുമ്പിലേക്ക് വയ്ക്കുന്ന പാഠവും അത് തന്നെയാണ്.